നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള 700 തടവുകാർക്ക് കുവൈറ്റിൽ പൊതുമാപ്പ് നൽകാൻ ഒരുങ്ങുകയാണ്. ഇന്ത്യക്കാരുൾപ്പെടെയുള്ള 700 തടവുകാർക്ക് കുവൈറ്റ് അമീർ ഷെയ്ഖ് സബാഹ് അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹ് പൊതുമാപ്പ് നൽകുന്നു. ആഭ്യന്തര മന്ത്രാലയത്തിലെ തെറ്റുതിരുത്തൽ ശിക്ഷ നടപ്പാക്കൽ വിഭാഗം മേധാവി മേജർ ജനറൽ ഫറാജ് അൽസ അബിയാണ് ഇക്കാര്യം അറിയിച്ചത്. രാജ്യസുരക്ഷ, ഭീകരവാദം തുടങ്ങിയ കുറ്റങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടവർ ഒഴികെയുള്ള തടവുകാർക്കാണ് പൊതുമാപ്പ് ആനുകൂല്യം ലഭ്യമാവുക. ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ ഇസാം അൽ നിഹാബിന്റെ അധ്യക്ഷതയിൽ അവന്യൂസ് മാളിൽ നടന്ന പ്രദർശനമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പൊതുമാപ്പിന് അർഹരായ തടവുകാരെ മോചിപ്പിക്കുകയോ ശിക്ഷാ കാലാവധി പകുതിയായോ മൂന്നിലൊന്നായോ കുറയ്ക്കുകയോ ചെയ്യുന്നത്. തടവുകാർ നിർമ്മിച്ച കരകൗശല വസ്തുക്കളുടെ പ്രദർശനമേളയ്ക്ക് ഒട്ടേറെ സന്ദർശകർ എത്തിയിരുന്നു. തടവുകാരുടെ വിവിധ മേഖലയിലുള്ള നൈപുണ്യം കണ്ടെത്തി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തുക എന്നതാണ് ലക്ഷ്യം. ജയിൽ മോചിതരാകുന്ന പ്രവാസി തടവുകാരെ ഉടൻ തന്നെ സ്വന്തം രാജ്യത്തിലേക്ക് കയറ്റി അയക്കുമെന്നും ഫറാജ് അൽസ അബി പറഞ്ഞു. അതേസമയം ഒമാൻ ദേശീയ ദിനത്തോടനുബന്ധിച്ച് 332 തടവുകാർക്ക് ഒമാൻ ഭരണാധികാരി പൊതുമാപ്പ് നൽകിയിരുന്നു. ഭരണാധികാരി സുൽത്താൻ ഖബൂസ് ബിൻ സയ്യിദിന്റെ ജന്മദിനമായ നവംബർ 18-നാണ് ഒമാൻ ദേശീയ ദിനമായി കൊണ്ടാടിയത്. 1970 ജൂലൈ 23-നാണ് സുൽത്താൻ ഖബൂസ് ബിൻ സയ്യിദ് ഒമാന്റെ ഭരണം ഏറ്റെടുത്തത്. ഈ രാജ്യത്തെ എല്ലാ രീതിയിലും സുരക്ഷയും കെട്ടുറപ്പുമുള്ളതാക്കി മാറ്റിയ തങ്ങളുടെ ഭരണാധികാരി സുൽത്താൻ ഖബൂസ് ബിൻ സൗദിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് ആഘോഷ പരിപാടികൾ ഒരുക്കിയത്. ദേശീയ ദിനത്തോടനുബന്ധിച്ച് 332 തടവുകാർക്ക് ഒമാൻ ഭരണാധികാരി പൊതുമാപ്പ് നൽകി വിട്ടയച്ചു. ഇതിൽ 142 പേർ വിദേശികളായിരുന്നു. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.